الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ തൃപ്തിപ്പെടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികൾ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. വിശ്വാസികളാകണമെന്നും യഥാർത്ഥമായ നിലക്ക് വിശ്വാസം ജീവിതത്തിൽ മുറുകെ പിടിക്കണമെന്നും ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി പരിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നിർദ്ദേശങ്ങളും താക്കീതുകളും വിലക്കുകളും അത് പാലിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ജീവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് അത് വിശ്വാസികൾക്കുള്ള ഉപദേശമാണ്, ഉത്ബോധനമാണ് എന്നിങ്ങനെയൊക്കെ പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിച്ചതായി കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഉപദേശമായി, അതൊരു ഉത്ബോധനമായി പരിചയപ്പെടുത്തുമ്പോൾ ഉപദേശങ്ങളോടും ഉത്ബോധനങ്ങളോടുമുള്ള നമ്മുടെ സമീപനം എന്താണ്, എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉപദേശങ്ങൾ കേൾക്കുന്ന സമയത്ത്, ഉത്ബോധനങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിഭാഗം ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടുക എന്നും ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടേണ്ടുന്നത് എന്നും ചിന്തിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് ഫമാ ലഹും അനി തദ്കിറതി മുഅ്രിദീൻ, ഉത്ബോധനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നവരായിട്ടുള്ള ഒരു വിഭാഗത്തെയാണ്. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ലാത്ത കുറച്ച് ആളുകൾ,
അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ഉപദേശങ്ങൾ ചെവികൊള്ളാൻ താല്പര്യം കാണിക്കാത്ത ആളുകൾ, ആ ഉപദേശങ്ങളിൽ നിന്നും ഉത്ബോധനങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞോടുവാൻ ശ്രമിക്കുന്നവരായിട്ടുള്ള ആളുകൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ളത് കഅന്നഹും ഹുദ്റുൻ മുസ്തംഫിറ ഫറത് മിൻ ഖസ്വറ, വിരളി പിടിച്ച ഒരു കഴുതയെ പോലെയാണ് അവർ. സിംഹത്തിന്റെ മുന്നിൽ അകപ്പെട്ട ഒരു കഴുത എത്ര കണ്ട് ഭയപ്പെട്ടുകൊണ്ട് പിന്തിരിഞ്ഞോടുമോ, അതുപോലെ അള്ളാഹുവിന്റെ ഉപദേശങ്ങളിൽ നിന്ന് ഉത്ബോധനങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്ന മനുഷ്യന്മാർ, ഉത്ബോധനങ്ങൾ കേൾക്കുന്നിടത്ത് അതിന് ചെവി കൊടുക്കാത്ത ആളുകൾ. നമുക്കറിയാം ചില ആളുകളുടെ ഒരു സ്വഭാവം, ജുമാക്ക് തന്നെ ഏറ്റവും വഴിക്കെത്തുന്ന ചില ആളുകളെ കാണാൻ വേണ്ടി സാധിക്കും. ഒരു സാഹചര്യങ്ങളോ ഒരു കാരണങ്ങളോ ഇല്ലാതെ ജുമായുടെ സമയം ചോദിക്കുന്ന സമയത്ത് എപ്പോഴാണ് നമസ്കാരം തുടങ്ങുക എന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. ജുമാ ഖുതുബ കേൾക്കുവാൻ താല്പര്യമില്ലാത്ത ആളുകൾ, ആ ഖുതുബയുടെ അവസാനത്തിൽ നമസ്കാരത്തിൽ ഒന്ന് പങ്കെടുക്കാമെന്ന് വിചാരിക്കുന്ന ആളുകൾ, അങ്ങനെ ഉത്ബോധനങ്ങൾക്ക് ഒരു നിലക്കും കാതുകൊടുക്കാത്ത ഒരു വിഭാഗം മനുഷ്യന്മാരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആ ഗണത്തിലാണോ എന്ന് നമ്മൾ ആലോചിക്കണം. ദീനിനെ കുറിച്ചുള്ള സംസാരങ്ങളിൽ, വിജ്ഞാനത്തിന്റെ സദസ്സുകളിൽ, ഉപദേശങ്ങൾ കേൾക്കേണ്ടുന്ന ഇടങ്ങളിൽ അവിടെ ഇരിക്കാതെ, അവിടെ സമയം ചെലവഴിക്കാതെ അതിൽ നിന്ന് ഓടിമറയുന്ന ആളുകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു വിഭാഗത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ആ വിഭാഗം അവസാനം ചെന്നെത്തുന്നത് അതൊരു നരകക്കാരുടെ സ്വഭാവങ്ങൾ എണ്ണുന്നിടത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് അവർ ഉത്ബോധനങ്ങൾ കേൾക്കുന്ന ആളുകളായിരിക്കും, ഉപദേശങ്ങൾ കേൾക്കുന്ന ആളുകളായിരിക്കും, പക്ഷെ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു ഗുണവുമില്ലാത്ത ആളുകളായിരിക്കും അവർ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുമിനൂൻ. പ്രവാചകനെ, താങ്കൾ അവർക്ക് താക്കീത് നൽകിയാലും താക്കീത് നൽകിയില്ലെങ്കിലും അവർ വിശ്വസിക്കുകയില്ല എന്ന ഉത്ബോധനങ്ങൾ ഗുണം ചെയ്യാത്ത മനുഷ്യന്മാർ, കാതുകൾ കൊണ്ട് മാത്രം കേൾക്കുന്ന ആളുകൾ, അതിനെയൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കാത്തവരായിട്ടുള്ള ആളുകൾ, അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ ശ്രമിക്കാത്തവരായിട്ടുള്ള ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഒരു കാരണം പറയുന്നത് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സ്വാരിഹിം ഇശാവ വലഹും അദാബുൻ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങൾക്ക്, അവരുടെ കാഴ്ചക്ക്, അവരുടെ കേൾവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മൂടിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്ര നല്ലത് കേട്ടാലും അത് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുകയില്ല, എത്ര നല്ലത് കണ്ടാലും അത് അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കാത്ത രൂപത്തിൽ ഹൃദയങ്ങൾക്ക് മൂടി നൽകപ്പെട്ടിട്ടുള്ള, ഹൃദയങ്ങൾക്ക് സീല് വെച്ചിട്ടുള്ള, ഹൃദയങ്ങൾ മൂടിപ്പോയിട്ടുള്ള ചില ആളുകളുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. ആ ഗണത്തിലാണോ നമ്മൾ ഉൾപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരുപാട് ഉപദേശങ്ങൾ കേൾക്കുന്ന ആളുകളായിരിക്കും, ഖുതുബകൾ മലയാളത്തിൽ കേൾക്കുന്ന, വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഒരു വിജ്ഞാനത്തിന്റെ സദസ്സുകളും ഒഴിവാക്കാതെ പങ്കെടുക്കുന്ന ആളുകളായിരിക്കും, പക്ഷെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ചലനവും ഇല്ലാത്ത ആളുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭയപ്പെടണം. നമ്മൾ കേൾക്കുന്ന നന്മകൾ, നമ്മൾ കേൾക്കുന്ന ഉപദേശങ്ങൾ, നമ്മൾ കേൾക്കുന്ന ഉത്ബോധനങ്ങൾ ഹൃദയത്തിലേക്ക് കടക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ കാഴ്ചക്കും നമ്മുടെ കേൾവിക്കും സീല് വെച്ച് കളഞ്ഞിട്ടുണ്ടോ എന്ന് ഭയപ്പെടുന്ന രൂപത്തിലേക്ക് ഒരു പുനർവിചിന്തനം നടത്തുവാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, വിശ്വസിക്കാത്ത ആളുകൾ അവരതിന് ന്യായം പറഞ്ഞിരുന്ന ഒരു ന്യായത്തെ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. വഖാലു ഖുലൂബുനാ ഉൽഫ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടിക്കിടക്കുകയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒന്നും വിശ്വസിക്കുവാൻ സാധിക്കാത്തത് എന്ന് ന്യായം പറയുന്ന ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളും ചില ന്യായങ്ങൾ പറയാറുണ്ട്, നമ്മളും ചില
കാരണങ്ങൾ പറയാറുണ്ട്. ആ പറയുന്ന ആളുടെ കുഴപ്പമാണ് എനിക്കത് മനസ്സിലാകാത്തത് എന്ന് പറയുന്ന ആളുകൾ, പറയുന്ന ആൾ നന്നായിരുന്നുവെങ്കിൽ ഞാനത് കേൾക്കുമായിരുന്നു എന്ന് പറയുന്ന ആളുകൾ, നമസ്കാരത്തിൽ നമുക്ക് തഖ്വ കിട്ടാതെ വരുമ്പോൾ അത് ഇമാമിൻ്റെ ഖുർആൻ പാരായണത്തിൻ്റെ കുഴപ്പമാണ് എന്ന് വിലയിരുത്തുന്ന ആളുകൾ, അങ്ങനെ ഒരു കുറ്റത്തിന് ന്യായം കണ്ടെത്തുന്ന ആളുകളായിരിക്കും. അങ്ങനെ ന്യായം കണ്ടെത്തുന്ന ആളുകൾ പറഞ്ഞൊരു ന്യായമാണ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടിപ്പോയത് കൊണ്ടാണ് ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ വിശ്വസിക്കാൻ സാധിക്കാത്തത് എന്ന. അള്ളാഹു പറയാ, ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, നിങ്ങളുടെ നിഷേധം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ ശപിച്ചു കളഞ്ഞതാണ് എന്ന. അവർക്ക് പറയുന്നത്, പ്രവാചകന്മാർ പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് അവരുടെ നിഷേധ സ്വഭാവത്തിൻ്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ശപിച്ചു കളഞ്ഞതുകൊണ്ടാണ്. അപ്പം നമ്മളുടെ വിഷയത്തിൽ ഒരു ഭയപ്പാടുണ്ടാകണം. ഞാൻ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് നേരെ വരുന്ന ഉപദേശങ്ങൾ, ഞാൻ കേൾക്കുന്ന താക്കീതുകൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റാത്തത്, എൻ്റെ മനസ്സിലേക്ക് അതിനെ സ്വീകരിക്കാൻ പറ്റാത്തത്, എൻ്റെ മനസ്സുകൊണ്ട് അതിനെ അംഗീകരിക്കാൻ പറ്റാത്തത്, എനിക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് സാധ്യമാകാത്തത്, അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിലുള്ള വല്ല ശാപവും എൻ്റെ ജീവിതത്തിൽ നൽകിയത് കൊണ്ടാണോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടുന്നതുണ്ട്. ആയത്തിൻ്റെ വിശദീകരണങ്ങളിൽ കാണാം, അവരുടെ നിഷേധം കൊണ്ട്, അവരുടെ അഹങ്കാരം കൊണ്ട്, അവരുടെ തിരിഞ്ഞു നടത്തം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ഹൃദയങ്ങളെ അങ്ങനെയാക്കി മാറ്റിക്കളഞ്ഞതാണ് എന്ന. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, ഉപദേശങ്ങളെ, ഉത്ബോധനങ്ങളെ പരിഹസിക്കുന്നവരായിട്ടുള്ള ആളുകൾ. പരിഹാസരൂപേണ ഉപദേശങ്ങളെ നോക്കിക്കാണുന്ന ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ആ സ്വഭാവം കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ചില നാടൻ പ്രയോഗങ്ങളിൽ ആളുകൾ ചോദിക്കാറുണ്ട്, ആരാണ് ഇപ്പോ ഉപദേശങ്ങളൊക്കെ കേട്ടിട്ട് നന്നായത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഖുതുബ കേട്ടിട്ട് ആരാണ് നന്നായത്, വിജ്ഞാന സദസ്സുകൾ കേട്ടിട്ട് ആരാണ് നന്നായത്, പ്രഭാഷണങ്ങൾ കേട്ടിട്ട് ആരാണ് നന്നായത് എന്നൊക്കെ പരിഹാസരൂപേണ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ഉത്ബോധനങ്ങളെ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. അല്ലാഹു പറയാ, റബ്ബ് സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറയാ, വഇദാ മാ ഉൻസിലത് സൂറത്തുൻ മിൻഹും മൻ യഖൂലു അയ്യുകും സാദതുഹു ഹാദിഹി ഈമാന. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തുകൾ അവതരിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നിഷേധികളായിട്ടുള്ള ആളുകൾ പരിഹാസ രൂപത്തിൽ ചോദിക്കുമായിരുന്നു എന്ന. അയ്യുകും സാദതുഹു ഹാദിഹി ഈമാന, ആർക്കാണ് ഈ ആയത്തൊക്കെ കേട്ടിട്ട് ഈമാൻ വർദ്ധിച്ചത് എന്ന് പരിഹാസരൂപേണ അവർ ചോദിക്കാറുണ്ടായിരുന്നു എന്ന. ആ പരിഹാസം കാലങ്ങൾക്ക് മുമ്പേയുള്ള നിഷേധികളുടെ സ്വഭാവമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നത്. ആ സ്വഭാവം വെച്ചു പുലർത്തുന്ന ആളുകൾ, ഒരുപക്ഷെ അത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകൾ ഇന്നും ഉണ്ടായേക്കാം. പരിഹാസപൂർവ്വം കാണുന്ന ആളുകൾ. റബ്ബ് സുബ്ഹാനഹു വതആല ആയത്തിന്റെ തുടർച്ചയിൽ അതിന് മറുപടി പറയുന്നുണ്ട്, ഫഅമ്മല്ലദീന ആമനു ഫസാദതുഹും ഈമാന. ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത് എന്ന് ചോദിച്ചാൽ, ആർക്കാണ് ആയത്ത് ഇറങ്ങിയതിനു ശേഷം ഈമാൻ വർദ്ധിച്ചത് എന്ന് പരിഹാസ രൂപേണ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് കൊടുക്കുന്ന മറുപടി, ഫഅമ്മല്ലദീന ആമനു ഫസാദതുഹും ഈമാന, വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട് എന്ന. ഖുതുബ കേട്ടിട്ട്, പ്രഭാഷണം കേട്ടിട്ട്, ദീനിന്റെ സദസ്സുകളിൽ ഇരുന്നിട്ട് ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി, ഈമാനുള്ള ആളുകൾക്ക് അവരുടെ ഈമാനിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പരിഹസിക്കുന്ന ആളുകളാകരുത്. ഉത്ബോധനങ്ങളെ പുച്ഛത്തോടുകൂടെ നോക്കിക്കാണുന്ന ആളുകളുമായി മാറാൻ പാടില്ല. പിന്നെ നമ്മൾ ആകേണ്ടുന്നത് നാലാമത്തെ ഒരു വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടുന്നത്. ആ ഒരു വിഭാഗത്തിന്റെ പ്രത്യേകത, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ആ ഗണത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടുന്നത്. വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുകയും അവർക്ക് ഈമാൻ വർദ്ധിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. ആ ഗണത്തിലേക്ക് നമ്മൾ ഉയർന്നു വരണം. അല്ലാഹുവിന്റെ ദീൻ കേൾക്കുന്ന സമയത്ത് അത് കാതോർത്ത് ശ്രദ്ധിച്ചിരിക്കുന്ന മനുഷ്യന്മാരാകണം.
അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്ന സമയത്ത്, അള്ളാഹുവിനെ കുറിച്ച് ഉപദേശിക്കുന്ന സമയത്ത്, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന സമയത്ത് ശ്രദ്ധ തെറ്റിപ്പോകുന്ന മനുഷ്യന്മാരായി നമ്മൾ മാറാൻ പാടില്ല എന്നുള്ളതാണ്. ഖുതുബയൊക്കെ കേൾക്കുന്ന സമയത്ത് അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ഇരിക്കണം. ഖുതുബ കേൾക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയുണ്ടാകരുത്. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേറെ കാര്യം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ആ പറയുന്നതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മൾ ശ്രദ്ധ തിരിച്ചു വിടുകയാണെങ്കിൽ അള്ളാഹുവിനെ എത്രത്തോളമാണ് നമ്മൾ ഗൗരവം കുറച്ച് കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദീനിനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത്, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന സമയത്ത്, അള്ളാഹുവിനെ കുറിച്ച് താക്കീത് നൽകുന്ന സമയത്ത് അതിന്റെ മുമ്പിൽ കാതോർത്ത് ഇരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വർഗത്തെ കുറിച്ച് പറയുന്ന സമയത്ത് സ്വർഗത്തെ കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം. ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നവരാകണം. ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളായിട്ട് മാറണം. അങ്ങനെയാണ് ഈമാനുള്ള മനുഷ്യന്മാർ എന്ന് പറയാം. നരകത്തെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് ആ നരകത്തെ കുറിച്ചുള്ള ഒരു പേടിയുള്ള ആളുകളാകണം. ആ നരകത്തിലേക്ക് എത്തിപ്പെടാതിരിക്കുവാനുള്ള വഴി എന്താണ് എന്ന് ആലോചിക്കുന്ന ആളുകളാകണം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാകണം. അങ്ങനെയായിരിക്കണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉത്ബോധനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഉണ്ടാകേണ്ടുന്നത്. എന്നാൽ അതിനെ നിസാരമാക്കി മാറ്റിക്കളയുകയാണെങ്കിൽ, അതിനെ നിസാരപൂർവ്വം നോക്കിക്കാണുകയാണെങ്കിൽ നാളെ വലിയ ഖേദം അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീനിന്റെ ഉപദേശങ്ങൾക്ക് മുന്നിൽ കാതോർത്തിരിക്കുന്ന, ശ്രദ്ധയോടെ കേൾക്കുന്ന, മനസ്സിലേക്ക് അത് സ്വീകരിച്ചു വെക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ തൃപ്തിപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉത്ബോധനങ്ങൾക്ക് മുമ്പിൽ വിശ്വാസികൾ അതിനോട് കാണിക്കേണ്ടുന്ന സമീപനത്തെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ ശ്രദ്ധയോടെ കേൾക്കുന്ന, അതിൻ്റെ മുന്നിൽ കാതുകൂർത്തിരിക്കുന്ന, അത് മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആളുകളാകണം എന്നതാണ് സൂചിപ്പിച്ചത്. അതാണ് ബുദ്ധിയുള്ള ആളുകളുടെ അടയാളമായി അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. അല്ലദീന യസ്തമിഊനൽ ഖൗല, ബുദ്ധിയുള്ള ആളുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അല്ലദീന യസ്തമിഊനൽ ഖൗല, അവർ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളുകളായിരിക്കും. ഫയത്തബിഊന അഹ്സന, എന്നിട്ട് ആ കേൾക്കുന്ന വാക്കുകളിൽ നിന്ന് ഏറ്റവും നല്ലതിനെ പിന്തുടരുകയും ചെയ്യുന്ന ആളുകളായിരിക്കും. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അങ്ങനെയുള്ള ആളുകളാണ് ഹിദായത്തിന്റെ വഴിയിൽ നേർമാർഗത്തിലാക്കിയുള്ള ആളുകൾ. വഉലൈക ഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിമാന്മാരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. കേൾക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുവാൻ, അത് തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്നതിനെ പിന്തുടരുവാൻ, അതിനെ സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകുക എന്നതാണ്. അതിന് നേരെ വിപരീതമായ ഒരു മനസ്സാണ് നമ്മൾക്കുള്ളത് എങ്കിൽ, കേൾക്കുന്നതിനെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ വിടുന്ന ആളുകളാണെങ്കിൽ നാളെ പരലോകത്ത് ഖേദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകുമെന്ന്. നരകത്തിലേക്ക് മനുഷ്യന്മാരിങ്ങനെ കൂട്ടം കൂട്ടമായി വീഴുന്ന സമയത്ത് നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകൾ ആ നരകാവകാശികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലം യഅതികും നദീർ, നിങ്ങളിലേക്ക് താക്കീതുകാരൻ വന്നിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് നരകത്തിലേക്ക് വീഴുന്ന ആളുകൾ പറയുന്ന വർത്തമാനം ഖാലൂ ബലാ ഖദ് ജാഅനാ നദീറുൻ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സല അല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ.
ഞങ്ങളിലേക്ക് താക്കീതുകാർ വന്നിട്ടുണ്ടായിരുന്നു, അവർ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു, അവർ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫകദ്ദബ്ന, ഞങ്ങളതിനെ കളവാക്കി കളഞ്ഞു. ഇങ്ങനെയൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുന്ന നിങ്ങളാണ് വഴിപിഴച്ച ആളുകളെന്ന് നമ്മൾ അവരെ പരിഹസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിലേക്ക് വന്നു വീഴുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. രണ്ടാമത് അവർ പറയുന്ന ഒരു സങ്കടം, വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. ഞങ്ങൾ ആയ കാലത്ത് ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ആയ കാലത്ത് ഞങ്ങൾ കേട്ടതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് നമ്മൾ വന്നു വീഴില്ലായിരുന്നു എന്ന് വിലപിക്കുന്ന ഒരു രംഗം നാളെ പരലോകത്ത് നരകത്തിലേക്ക് വീഴുന്ന ഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ ആകാതിരിക്കുവാനും അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ കൊണ്ട് ഹൃദയം ധന്യമാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മ ചെയ്യുവാനുള്ള നല്ല ഒരു മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീക്കിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പലസ്തീനിലെ മക്കൾ ദുരിതങ്ങൾക്കുമേൽ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീക്കി സന്തോഷകരമായ ഒരു ജീവിതം അവർക്ക് പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അക്രമികളുടെ കരങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.